കുറേ ദിവസങ്ങളായി വീട്ടിലും പരിസരത്തിലും വീടിൻ്റെ അസ്ഥിവാരത്തിൽ പോലും വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പക്ഷിയാണ് നമ്മൾ പിടികൂടിയിരിക്കുന്നത്. ഇതിന് ഇവിടെ നട്ടിട്ടുള്ള എല്ലാ ചെടികളും, അതുപോലെ തന്നെ പയറ്, അതുപോലെയുള്ള സാധനങ്ങൾ, വാഴ, ഇതിൻ്റെ എല്ലാം ചുവട് മാന്തി മൊത്തത്തിൽ ഇത് മറിക്കുകയും നശിപ്പിക്കുകയും എല്ലാ തരത്തിലും വലിയ ഉപദ്രവമായിരുന്നു. അപ്പോൾ ഇവനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, ഇവനെ പിടികൂടുന്നതിന് വേണ്ടി പല മാർഗങ്ങളും അവലംബിച്ചു. ഇപ്പം തേങ്ങ ചുട്ട് എലിക്കണിയിൽ കുരുത്ത് വയ്ക്കുക, മറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങൾ, കിഴങ്ങുകളൊക്കെ വെച്ച് നോക്കി ഒരു തരത്തിലും ഇവനെടുക്കത്തില്ല. അവസാനം ഞാനൊരു മാർഗം അവലംബിച്ച്, അത് നിങ്ങൾക്ക് കൂടി ഒരു പക്ഷേ പ്രയോജനപ്രദമായേക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴത് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗമെന്ന് പറയുന്നത്, നമ്മൾ ചെറിയ ഈ നത്തോലി ഉണങ്ങിയത്, അത് കുറച്ചെണ്ണം എടുത്തിട്ട് ഒരു പേപ്പർ അതിങ്ങനെ പ്രത്യേക രീതിയിൽ കൊരുത്ത് ഇതിനകത്ത് തൂക്കി വെച്ചാൽ എത്ര അകലെ നിന്നുണ്ടെങ്കിലും ഇവന് ഇതിൽ ആകർഷിക്കപ്പെട്ട് ഇതിലേക്ക് വന്ന് കൂടിക്കൊള്ളും. ഈ ഉപദ്രവം പലരും എന്നെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ഞാനത് ചിലർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. നിങ്ങളിൽ പലരും ഒരു പക്ഷേ ഈ പെരുച്ചാഴി അല്ലെങ്കിൽ വന്നേലിയുടെ ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എന്ന് വരികിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മാർഗം പരിശോധിക്കാവുന്നതാണ്. ഒന്നാമത്തതല്ല, ഇത് രണ്ടാമത്തതിനെയാണ് ഞാൻ ഇന്ന് പിടികൂടിയിരിക്കുന്നത്. ഇവനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധ വേണം. കൂട് തുറക്കാനോ അതുമല്ലെങ്കിൽ ആ രീതിയിലുള്ള അശ്രദ്ധമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതീവ അപകടകാരിയാണ്. കടിച്ച് ആ ഭാഗം പൊളിച്ച് എത്ര ശൗര്യത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് മൊത്തത്തിൽ ആഴ്ത്തി വെച്ച് ഇതിനെ ഒഴിവാക്കാം. അല്ലെങ്കിൽ പിന്നെ വല്ല കമ്പി എന്തെങ്കിലും വെച്ച് ഇതിനിടയിലൂടെ അമർത്തി പിടിച്ച് അതിനെ കൈകാര്യം ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ. ഒരു കാരണവശാലും കുട്ടികളെ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ ഇടവരുത്തരുത്. വളരെയേറെ ശ്രദ്ധയോടുകൂടി ഇത് ചെയ്യാവൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതുവരെയുള്ള വളരെ പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള ഇനിയും പ്രയോജനപ്പെട്ട വീഡിയോകൾ ഉണ്ടാകുന്നതിന് സഹായകമായ ഒരു നിലപാടെടുക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു.